ഇടുക്കി ഡാം നിറയാൻ ഒരടി കൂടി. ഏത് സമയവും തുറന്നേക്കാം. മൈക്ക് അനൗൺസ്മെൻ്റ് വഴിയും പത്രം, TV മുതലായ മാധ്യമങ്ങളിലൂടെയും ഇന്നു മുതൽ അറിയിപ്പുകൾ നൽകും. പെരിയാറിൻ്റെ ഇരു കരകളിലും താമസിക്കുന്നവർക്ക് പ്രത്യേക നിർദ്ദേശം നൽകാനും തുടങ്ങിയിട്ടുണ്ട്. രാജി ഉടുത്തോണ്ടെന്ന കറുത്ത സാരിയിലെ വെള്ളപ്പുള്ളി കണ്ടായിരുന്നോ? വെള്ളിയാഴ്ച കൊടുത്തായിരുന്നു ചേച്ചി. പണിക്ക് വന്നപ്പോ കൊടുത്തതേ. ആ ഞാൻ കണ്ടായിരുന്നു ചേച്ചി. അടിപൊളി സാരിയായിരുന്നു. അതുപോലെ സാരി നമ്മുടെ ഗണേശനുണ്ട്. 80 രൂപയാ. 10% കിഴിവുണ്ട്. നമ്മുടെ തൂക്കുപാലത്തിന്റെ അടുത്തുള്ള. ഞാനും അതുപോലെ ഒരു സാരി വാങ്ങി. ചേച്ചി ഞാൻ പൊട്ടിക്കാം. ചേച്ചി വെട്ടോ ഇങ്ങോട്ട് എടുത്തേ. ഒരു അമ്മിക്കുഴവിൽ അത്ര ഉണ്ട്. കനത്ത മഴയെ തുടർന്ന് നിറഞ്ഞ ഡാമിന്റെ ഷട്ടറുകൾ ഏത് നിമിഷവും തുറന്നുവിടുവാൻ സാധ്യതയുള്ളതിനാൽ ആറിന്റെ തീരങ്ങളിൽ താമസിക്കുന്നവർ 200 മീറ്റർ അകലെയോ സുരക്ഷിത സ്ഥാനങ്ങളിലോ മാറി താമസിക്കേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകുന്നു. പെരിയാറിന്റെ തീരത്ത് ഞാൻ വീട്ടിലോട്ട് പോവാ. ഡാം തുറന്നുവിടാൻ പോവാന്ന്. എനിക്ക് ഒന്ന് വന്നത് പിറക്കി എടുക്കുന്ന കേട്ടില്ലേ? നടക്കണ കുളത്തില് നിങ്ങൾക്ക് കള്ളു ഒഴിച്ചാ പെരക്കകത്ത് കയറി കടന്നു പോയി. എന്ത് ഈ കാണിക്കുന്ന നിങ്ങള്? എടുത്ത് സഹായിക്കാൻ ഇങ്ങോട്ട് വരാന് പിറക്കി എടുത്ത് സഹായിക്കാൻ ഞാൻ എന്തോ ചെയ്യും? തമാശ. എനിക്ക് പനിയൊന്നും വരത്തില്ല. ഇത് കരുത്തുള്ള ശരീരമാണ്. പനി വരില്ല. പിന്നെ ഒരു കാറ്റടിച്ച ഇപ്പൊ പറന്നു തൂങ്ങി കിടക്കും. അവള് വീട്ടിലോട്ട് ഓടിയിട്ടുണ്ട്. മിണ്ടാണ്ടിരിക്കണുണ്ടോ? എനിക്ക് ചൊറിഞ്ഞ് വരണുണ്ട് കേട്ടോ. ഡാം തുറന്നു വിടുന്നതിനൊക്കെ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ഇതിന്റെ മുമ്പിൽ ഒരു കട്ടർ ഇരിപ്പുണ്ട്. ഇരുമ്പിന്റെ കട്ടർ. അതങ്ങോട്ട് കറക്കി അങ്ങ് തുറക്കും. കിരിവിരി 7 കോഴ കൊണ്ടോ ഞങ്ങള് കണ്ടായിരുന്നാ? നിന്റെ ഉത്തരവാദിത്തം ഇല്ലായ്മ ഈ കോഴിയൊക്കെ ഈ ഇവിടെ അത് കഴിഞ്ഞതിന്റെ അങ്ങേ ഇപ്രാവശ്യം ഞാൻ കൂടെ അവിടെ അല്ല. ഇനി മുതൽ ഇവിടെ വെക്കണം കേട്ടാ. ഞാൻ സഹായിക്കാം. എടി ഈ കാടും മലയൊക്കെ കയറി നമ്മളെങ്ങനെയാടി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത്? എടി വലിയ ബുദ്ധിമുട്ടാ മല കയറുന്നത്. വിളക്കം കൊണ്ട് എങ്ങോട്ട് പോയി? എനിക്ക് വെക്കാൻ വിളക്കില്ലാത്ത നമ്മളാ ഇപ്പൊ ഇതൊക്കെ അനുഭവിക്കുന്നത്. സർക്കാർ നീതി പാലിക്കുക. എന്ത് ഈ കാണിക്കുന്ന? കഷ്ടപ്പെട്ട് വെച്ച സാധനങ്ങൾ അതും ഇനി അടുക്കണല്ലോ ദൈവമേ. സ്വർണം അതല്ലേ ഈ സ്വർണം. എടി നമ്മൾ ഇതൊക്കെ ചുമന്ന് ഈ മലയുടെ മേലെ കയറുമ്പോ ഈ സ്വർണ്ണമൊക്കെ കളഞ്ഞു പോകത്തില്ലേ എടി ശോഭേ? അതെടുത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ചു പോയി. കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. സൂക്ഷിച്ചു പോയി. മലൂര് കമ്മലൂര് ഊര് ഇത് നല്ലതാ. ഇതാ എവിടെയെങ്കിലും മാറ്റി എടേ ബുദ്ധിയില്ലാത്ത കഴുതാ. വിവരമില്ലടി. പെൺബുദ്ധി പിൻബുദ്ധി. നീ നിന്റെ സാരിയുടെ തുമ്പത്ത് കെട്ടിയിട്ട് ഇവിടെ അവിടെ കെട്ടി മുറുക്ക്. ഇത് കളഞ്ഞു. നീ അഴി അവിടെ അല്ല വെക്കണ്ടെങ്കിൽ. എടി മണ്ടി ബുദ്ധി വേണം നിനക്ക്. ഇതാ മാല, 2 കമ്മല്. ഇത് സൂക്ഷിച്ച് ഞാൻ വെക്കും. ഇവിടെ ഇരിക്കും. എന്റെ ശരീരത്തോട് ചേർന്ന് കിടക്കും. അവിടെ ഇരിക്കും. ഞാൻ വെച്ചോളാം. ഞാൻ തറണത് 4 നേരം മൂക്കട്ടം കുടിച്ചു ആളുടെ എന്റെ ചിട്ടിക്കാസ് വരങ്ങളും കൊണ്ടുപോയി. അയ്യോ എന്റെ ചിട്ടിക്കാസ്. അയ്യോ എവിടെ പോയി എന്റെ ബുക്ക്? സുരക്ഷിതമായിട്ട് വേറെ ഇരിക്കത്തില്ല. എന്റെ ഇരിക്കും. എവിടെ പോയത്? പറക്കി വെക്കാൻ ഞാൻ സഹായിക്കും നിന്നെ. വേണ്ട
നിങ്ങൾ അതങ്ങോട്ട് തന്നെ തരാൻ എടി മോളെ അവിടെ ഇരിക്കണ്ടെന്ന് തരാന് ചോവേ എന്റെ അച്ഛൻ നിനക്ക് തരാനോ പറഞ്ഞേ എന്ത് ഈ കാണിക്കുന്നേ തരാനോ പറഞ്ഞേ ഞാൻ സൂക്ഷിക്കും ഇത് എന്റെ കയ്യിലിരിക്കും. അവിടെ ഇരിക്കും അത് ഞാൻ എടുത്ത് കഷ്ടപ്പെട്ട് റബ്ബർ വെട്ടി ഉണ്ടാക്കിയ സാധനം നിങ്ങൾ എനിക്ക് ഒരു തരി പൊന്നു പോലെ നിന്നിട്ട് തരാനോ പറഞ്ഞ എന്റെ സാധനം കൂടി തരാൻ എന്തോ നിങ്ങൾ ഞാൻ തരാനോ അടിക്കരുത്. എന്നെ വെറുതെ ക്ഷമ പരീക്ഷിക്കില്ല തരാനോ പറഞ്ഞു എന്തോ ബുദ്ധിയില്ല ബുദ്ധിയില്ല നിങ്ങൾ എനിക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നിങ്ങൾ എനിക്ക് എടി നീ എന്നെ നിങ്ങളെ ഞാനിന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ അറിയോ എനിക്ക് ഞാൻ കഷ്ടപ്പെട്ടോ ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്. നിങ്ങളെ പോയി മക്കളെ ഞാനൊന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ഈ അര മുടിപ്പിച്ചിട്ട് കാലവാരി നിലത്തടിച്ച് ലോകം സമൃദ്ധിയിൽ നിറഞ്ഞു കവിയുമ്പോൾ കുറച്ചുപേര് അതിൽ മുങ്ങി താഴുന്നുണ്ട് എന്നും മറക്കാതിരിക്കുക. ഞാൻ ഈ ഒരു ന്യൂസ് പേപ്പർ റൗണ്ടിൽ കണ്ട ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നിങ്ങളുടെ കോൺസെപ്റ്റ് തീമാറ്റിക്കലി അത് വർക്ക് ചെയ്തപ്പോൾ വന്നിട്ടില്ലെങ്കിലും നിങ്ങളുടെ എക്സിക്യൂഷൻ അതിമനോഹരമായതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ ഒരു വീടിൻ്റെ പ്രോപ്പർ പ്രോപ്സ് മുഴുവൻ വെച്ചിട്ട് ആ പ്രോപ്പർട്ടി മുഴുവൻ യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്ത അതിൻ്റെ ഒരു സ്കില്ലും ഗംഭീരമാണ്. എനിക്കൊന്ന് ശർമ്മ ഈസ് എ ഡാം ഗുഡ് ആക്ടർ. വളരെ മൈന്യൂട്ട് ആക്ടിംഗ് ആണ് നിങ്ങളുടെ. അക്ഷരയ്ക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് ഇങ്ങനെ ഒരാൾക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. ആൻഡ് യു ഹാവ് ഡൺ ഇറ്റ്. ഈ ലൈഫിൽ അനുഭവിക്കുന്ന മുഴുവൻ സഫറിങ്ങും ഈ ചെറിയ ഞരക്കത്തിലും ആ ഏന്തി വലിഞ്ഞുള്ള നടത്തത്തിലൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഇത്രയും ഹെക്ടിക് ആക്ടിവിറ്റി നടത്തിയിട്ട് ഒന്നിനൊന്നും മറുപടി പറയുന്നില്ലയോ, അതിൻ്റെ ടൈമിങ് ഈസ് ബ്രില്യൻറ്റ്. ഒട്ടും നമുക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നില്ല. സോ ആക്ഷൻ റിയാക്ഷൻ എന്നുള്ള പാറ്റേൺ പഠിക്കേണ്ടവർക്ക് നിങ്ങളുടെ പെർഫോമൻസ് ഒരു മാതൃകയാണെന്ന് കൂടി ഞാൻ പറയാം. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഓൾ ദി ബെസ്റ്റ്. ശർമ്മ, അക്ഷര, ബാക്കി രണ്ടുപേരും. ഇറ്റ് വാസ് എ വണ്ടർഫുൾ പീസ്. ഇത്രയും വലിയൊരു ഒരു ഇഷ്യൂ, ഇടുക്കി പോലെ കേരളത്തിന് മൊത്തം കറണ്ട് കൊടുക്കുന്ന ഒരു ഡാമിനരികെ താമസിക്കുന്ന വീടുകളിൽ ഇന്നും കറണ്ടില്ല എന്നുള്ള ഒരു പൊളിറ്റിക്കൽ പോയിൻ്റ് തന്നെയാണ്. ഏനോ അത് നിങ്ങൾക്ക് ഉറക്കെ പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നല്ല കാര്യമാണ്. കറണ്ടില്ലായ്മ മാത്രമല്ല, ബാക്കിയുള്ളവർക്ക് കറണ്ട് കിട്ടുന്നതിൻ്റെ ഈ ടെൻഷനും കൂടി അവർ അനുഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇറ്റ്സ് വെരി റിലവൻറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ ആക്ടേഴ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് കാണുക എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തിലെ സിനിമാറ്റിക് ഡാൻസിൻ്റെ റൗണ്ടിൽ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. ഇത് നമുക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ അത് നോക്കട്ടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ബ്രില്യൻ്റ് അക്ഷര, അസല. ശർമ്മയോട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. യു ആർ എ ഗുഡ് ആക്ടർ. അത് ഇറ്റ്സ് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണത്. എനിവേ, once again, thank you very much. It was a brilliant piece. Thank you. It was an excellent performance. വളരെ നന്നായിരുന്നു. നിങ്ങൾ ഈ പറയാൻ ഉദ്ദേശിച്ച ആ ഒരു സ്ഥലത്ത് പോയ ഒരു പ്രതീതി നമ്മളും അവിടെ ആണെന്ന് തോന്നി. അത്രയും മനോഹരമായിരുന്നു അത്. പിന്നെ ഈ രണ്ട് ഗേൾസ് നിങ്ങൾ അക്കമ്പനി ചെയ്ത് അവരുടെ പാർട്ട് അവർ ഭംഗിയായിട്ട് ചെയ്തു. വെരി ഗുഡ്, കീപ്പ് ഇറ്റ് അപ്പ്. കാരണം ഇപ്പോഴത്തെ നമ്മൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഇതിനേക്കാട്ടിലും നല്ലൊരു പെർഫോമൻസ് ആയിട്ട് വേണം ഇനി അടുത്ത പ്രാവശ്യം വരാൻ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ എത്തും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ